ഹലോ, നമ്മളിന്ന് ലഞ്ചിന് ചെയ്യാൻ പോകുന്നത് ദം ബിരിയാണിയാണ്, ചിക്കൻ ദം ബിരിയാണി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം. നല്ലപോലെ കുഴച്ച് എല്ലായിടവും ആ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ആ ടൈമിൽ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുക്കാനുണ്ട്. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാമാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളത്. സവാള നീളത്തിൽ കനം കുറച്ച്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ഒരു ചോപ്പറിലിട്ട് നല്ലപോലെ നൈസായിട്ട്, ഇല്ലെങ്കിൽ മിക്സിയിൽ നല്ലപോലെ പേസ്റ്റ് പോലെ അടിച്ചായാലും എടുക്കാം. എന്നിട്ട് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം ചിക്കനിലോട്ട് ചേർത്ത് കുഴയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 ടൊമാറ്റോയും കൂടെ നൈസായിട്ട് അരിഞ്ഞ് നല്ലപോലെ കുഴയ്ക്കുക. ഒരു മുഴുവൻ നാരങ്ങയുടെ നീര്, ഒരു കപ്പ് അടുത്ത് കട്ടിത്തൈര് ഇതും കൂടെ നമുക്ക് ഈ ചിക്കനിലോട്ട് ചേർത്ത് നല്ലപോലെ കുഴച്ച് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മളിത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. മല്ലിയിലയും പുതിനയിലയും ചേർക്കുക. പിന്നെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമ്മളതിൽ നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നല്ല ബ്രൗൺ കളറും ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഞാനിപ്പോൾ ഇത് 2ആയിട്ടാണ് വറുക്കുന്നത്. രണ്ടാമത്തെ സെക്ഷൻ ഇട്ട് അതും നല്ലപോലെ വറുത്ത് കോരുക. ഈ വറുത്ത് കോരിയ സവാള നമ്മൾ നേരത്തെ കുഴച്ച് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് ചേർക്കുക. ആ സവാള വറുത്ത ഓയിലും കൂടെ നമ്മൾ ഈ ചിക്കനിലോട്ട് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക. ഈ ടൈമിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനൊരു പാനിൽ നെയ്യ്, ഉപ്പ് നല്ലപോലെ കൂടി വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്യുമ്പം ഒരിച്ചിരി കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. അതിൽ നമ്മൾ സ്പൈസസ് ഒക്കെ ഇടുക. അങ്ങനെ വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഊറ്റി വെച്ചിരിക്കുന്ന അരി അതും കൂടിട്ട് നമ്മൾ വേവിക്കണം. ഇത് നമ്മൾ റൈസ് 2ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒന്നെന്ന് പറയുമ്പം നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പം റൈസ് ഒന്നെടുത്ത് ഇങ്ങനെ ഞെക്കി നോക്കുക. അപ്പോൾ അത് 2ആയിട്ട് ഒടിഞ്ഞ് വരണം. ആ പരുവത്തിന് നമ്മൾ ആ റൈസിൻ്റെ അകത്തുനിന്ന് പകുതി റൈസ് ഊറ്റി മാറ്റിയെടുക്കണം. ബാക്കിയുള്ള റൈസ് പിന്നെ ഒരു 5 മിനിറ്റും കൂടെ നല്ലപോലെ ഒന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതും നമ്മൾ 5 മിനിറ്റ് ആകുമ്പോൾ അതും നമ്മൾ ഊറ്റിയെടുക്കുക. അങ്ങനെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് കാഷ്യൂവും കിസ്മിസും നെയ്ക്കകത്ത് വറുത്ത് കോരുക. ഞാനിപ്പോൾ നേരത്തെ വറുത്ത ഓണിയനകത്ത് നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക. ഇനി നമുക്ക് ദം ചെയ്യാം. അതിന് ഫസ്റ്റ് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഏത് പാത്രത്തിലാണോ ദം ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് നല്ലപോലെ അടിയിൽ എല്ലാം നല്ലപോലെ ഒരേപോലെ ലെവലിൽ ഇടുക. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ഊറ്റി മാറ്റിയ ആ അരി ഇട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ഇച്ചിരി മല്ലി, പുതിനയില, ഫ്രൈഡ് ഓണിയൻ ഇതെല്ലാം ഇട്ടിട്ട് രണ്ടാമത് ഊറ്റി മാറ്റിയ റൈസ് നമ്മൾ ഇതിൻ്റെ മുകളിലിട്ട് ദം ചെയ്യുക. ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില, പുതിനയില, ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂ, കിസ്മിസ് ഇത്രയൊക്കെ ഇടുക. ഇനി നമുക്കൊരു നല്ല മണത്തിന് വേണ്ടി ഗരം മസാല പൊടി
ദം ചെയ്യുന്നതിന് വേണ്ടി മുകളിലിടുക. എന്നിട്ട് ഇത് നമ്മൾ ഗ്യാസിൽ വെച്ച് സ്റ്റൗവിൽ വെച്ച് ഈ മേളിൽ മൂടിയിരിക്കുന്ന ലിഡിന് നല്ല ചൂടാകുന്ന വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. ലിഡ് നല്ല ചൂടാകുന്ന ടൈമിൽ നമ്മൾ ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുക. ലോയിൽ വെച്ച് നമ്മളൊരു 3/4 മണിക്കൂർ ഈ റൈസ് വേവിക്കണം. ലോയിലേ വെക്കാവുള്ളൂ. ഫ്ലെയിം കൂടുതലുള്ള സ്റ്റൗ ആണെങ്കിൽ നമ്മൾ കുറഞ്ഞ രീതിയിലൊരു പാനൊക്കെ തവ എന്തെങ്കിലും താഴെ വെച്ചിട്ട് അതിന് മുകളിൽ വേണം നമ്മൾ ദം ചെയ്യുന്ന ഇത് വയ്ക്കുക. അങ്ങനെ നമ്മുടെ ഒരു 3/4 മണിക്കൂറാകുമ്പോൾ നമ്മുടെ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് ചിക്കൻ ബിരിയാണി ചെയ്ത പോലെയൊക്കെ തോന്നും. അതേ രീതി നല്ല ഫ്രൈ ആയി നല്ല പോലെ വെന്തിട്ടൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.